ജിമ്മിന്ന് വരാൻ ലേറ്റ് ആവുന്നേ. അവൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആവുന്ന മെസ്സേജ് ഇട്ടിരുന്നു എനിക്ക്. ഇന്ന് എന്റെ കൂടെ വരാന്ന് പറഞ്ഞവനാ പോത്തു പോലെ കിടന്നുറങ്ങുന്നത്. നീ അല്ലാതെ വേറെ ആരെങ്കിലും അവന്റെ വാക്ക് വിശ്വസിക്കോ? എന്നിവന് ഇത്തിരി പക്വത ഉണ്ടാവും എന്തോ. എന്താ നിന്റെ ഇന്നത്തെ പരിപാടി? ഇന്ന് എനിക്കൊരു ഡയറക്ടർ കാണാണ്ടായിരുന്നു, ഗോപൻ സാറേ. ഗുഡ് മോർണിംഗ് സാജൻ. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. റോയ്ച്ച, എന്താ റോയ്ച്ച പറയുന്നേ? ഓക്കേ. റോയ്ച്ച, സാജൻ പ്ലാൻ എന്താ പറയുന്നത്? എടാ നിന്നെ പോലെ തന്നെ എനിക്കും അറിയില്ല എന്താ പറയണേന്ന്. ഓക്കേ ദെൻ വൈകിട്ട് കാണാം സാജൻ. ബി ബൈ. കള്ളി, പേരും കള്ളി. യു നോ വാട്ട്? എന്റെ റോയ്ച്ച, ഇന്ന് പാറുടെ ബർത്ത്ഡേ ആണെന്ന്. ആണോ? ഒരു കാര്യം ചെയ്താലോ, നമുക്കൊരു സർപ്രൈസ് കൊടുത്താലോ? ഈ സാജൻ എങ്ങനെ അറിഞ്ഞു? നീ അതാലോചിച്ച് ടെൻഷൻ ആവണ്ട, നീ കഴിക്കാൻ നോക്ക്. എന്നാൽ ഈ സാജൻ എങ്ങനെ അറിഞ്ഞു? ആയില്ലല്ലേ? തീരെയില്ല. എന്തോ കഴിക്കടാ. ഇത്രയും നാള് പാറുവിന്റെ ഒപ്പം ഉണ്ടായിട്ടൊന്നും പറയാൻ തോന്നിയില്ലല്ലോ. പക്ഷേ എല്ലാരും പറയണ മാതിരി മണ്ടനാ ഞാൻ. ഇപ്പൊ എവിടുന്നോ കയറി വന്നവൻ അവളെ തട്ടിയെടുത്തില്ലേ. ഇന്ന് അവളുടെ ബർത്ത്ഡേ, എന്തെങ്കിലും ഒന്ന് വീണിട്ടാതിരിക്കില്ല. സാജ, എങ്ങോട്ടെങ്കിലും അത്യാവശ്യമായിട്ട് പോവാണോ? ചെറിയൊരു മീറ്റിങ്ങിനെ. അയ്യോ, എന്താ, എന്ത് പറ്റി? അല്ല, ഇന്ന് പാർവതിയുടെ ബർത്ത്ഡേ അല്ലേ? ആണല്ലോ. അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാ. പക്ഷെ എനിക്ക് അവളെ ടേസ്റ്റ് അറിയില്ലല്ലോ. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരല്ലേ? അപ്പോ ആനന്ദ് എന്തെങ്കിലും വന്ന് സെലക്ട് ചെയ്ത് തരാൻ പറ്റുമോ അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇത് പറ്റിയ അവസര, പാഴാക്കരുത്. ചെല്ല് ചെല്ല് ചെല്ലടാ. ഇത്രേ ആലോചിക്കണോ? കേറി പോവാ. കോഫി ഷോപ്പിൽ വേണോ അതോ വീട്ടിൽ വേണോ? പാർട്ടിയല്ലേ, കോഫി ഷോപ്പിൽ മതി. അതെന്തേ, വീട്ടിൽ ചെയ്താൽ ദോഷമാണോ? നീയല്ലേ പറഞ്ഞ ഡെക്കറേറ്റ് ചെയ്യണമെന്ന്. നമ്മള് സർപ്രൈസ് ആയിട്ടല്ലേ അവർക്ക് പാർട്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കോഫി ഷോപ്പിലാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ സമയം വേണം. പിന്നെ അവള് കയറി കണ്ട ചളമാകുകയും ചെയ്യും. ചളമാക്കണ്ട, വീട്ടിൽ മതി. അപ്പൊ പറ, എന്തൊക്കെ വേണം? കേക്ക്, ജ്യൂസ്, സ്വീറ്റ്സ്. ആ കുന്തെടുത്ത് താഴെ വെക്ക്. എന്തൊക്കെയായി? ബിയർ? എന്താ കുറയ്ക്കുന്നേ? ലിക്കർ സ്റ്റഫും കൂടെ ആവായിരുന്നു. ബുദ്ധിമുട്ടാവില്ലേ? ഒട്ടും ബുദ്ധിമുട്ടാവില്ല. എന്താ മക്കളെ, പ്ലാനിങ് ഒക്കെ എവിടെ വരെ? ഞങ്ങൾ വൻ പദ്ധതികളാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. എന്റെ പൈസ കുറെ പൊടിയോ? ഇവിടെ പ്ലാൻ പ്രകാരം just 5,000 bucks. 5,000? കുറഞ്ഞു. അപ്പൊ പാർട്ടി ഇപ്പൊ എന്റേതായോ? സാജന്റെ അല്ലേ? എല്ലാത്തിനും ചേർത്ത ഈ റേറ്റ്. റോയ്ച്ചനും ഈ പിള്ളേരെ കൂടി ഇങ്ങനെയായോ? ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിക്കോ ഈ എക്സ്പെൻസ്? ഇതത്ര വലിയ എക്സ്പെൻസ് ഒന്നുമല്ല. ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ചെയ്ത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. അതെ, ഇത് നമ്മുടെ പാറിന് വേണ്ടിയല്ലേ റോയ്ച്ച? അതിനിപ്പോ ബഹളം വേണ്ട, എന്താന്ന് വെച്ചാ റെഡി പോരെ? അങ്ങനെ റെഡി ആയില്ല എങ്ങനെയാ റോയ്ച്ച? നമുക്ക് പ്ലാനിംഗ് സജഷൻസ് പറയാലോ. റോയ്ച്ചന്റെ എന്തെല്ലാം ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ടാ റോയ്ച്ചൻ ജീവിക്കുന്നത്. എക്സ്പെൻസ് ഒന്ന് കുറച്ച് ഒരു ചെറിയ ഔട്ടിങ്ങിനൊക്കെ പോയി ഫുഡ് കഴിച്ച് തിരിച്ചു വരാനാ എന്റെ ഒപ്പീനിയൻ. അത് മതിയാവും അല്ലേ സാറാ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പറഞ്ഞോലെ പാർട്ടി എങ്കിൽ പാർട്ടി പോരെ? അല്ല റോയ്ച്ച. വിട്ടേക്ക് നേഹ, കുട്ടികളൊരു ആഗ്രഹമല്ല. ഡോണി, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ഓക്കെ? പുറത്തു പോയിട്ട് ഒറ്റയ്ക്ക് വന്നാ മതി. എന്താ? അല്ല, എല്ലാം കൂടി ഒറ്റത്ത് കേട്ട് എഴുതണം എന്ന് പറയായിരുന്നു. അങ്ങനെ ശരി. നേഹമോളുടെ സംസാരം റോങ് ആണ്. എന്നോട് വിളിച്ചാൽ നല്ല പണി ഞാൻ കൊടുക്കും. റോയ്ച്ചനൊക്കെ ഇഷ്ടപ്പെട്ട് പോയില്ലേ? റോയ്ച്ചന്റെ കൂടെ വരുമ്പോ അവളുടെ വിചാരം നമ്മുടെ അമ്മയാന്നാ. ഇവളുടെ കാര്യം എന്താടാ ചെയ്യാ? പണി കൊടുക്കാം, വരട്ടെ. നിന്റെ സ്പെഷ്യൽ കാഫി ആണോ? ഇത് അതിലൊന്നും നിൽക്കുന്ന ലക്ഷണമില്ല. വല്ല എലി വിഷവും കലക്കി കൊടുക്കണം. ഇതെങ്ങനെയുണ്ട്? പോരാ. ഇതോ? അതും പോരാ. ഇത് കൊള്ളാം. ഇതെങ്ങനെയുണ്ട് ആനന്ദ്? അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഒരുമിച്ചുള്ളവരായതുകൊണ്ട് അവളുടെ എല്ലാ ഇഷ്ടങ്ങളും അറിയാം അല്ലേ? അതറിയുമെങ്കിൽ പിന്നെ എന്തിനാടാ തെണ്ടി അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്?
ഞങ്ങളെ ജീവിക്കാൻ വിട്ടിട്ട് എവിടെങ്കിലും പോയി തൊലഞ്ഞൂടെ? ഒന്നും പറഞ്ഞില്ല. അതെ, ഒന്നും പറഞ്ഞില്ലല്ലോ. ഓ കമോൺ ആനന്ദ്, എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്താ പ്ലീസ്. ആ, നിനക്ക് നല്ല ഗിഫ്റ്റ് അല്ലേ? ആ, ഓറഞ്ച്. അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത കളർ. ഇത് പാറുവിന് ഇഷ്ടപ്പെടും. ഉറപ്പാണോ? പിന്നെ പാറുവിന് ഓറഞ്ച് കളർ ഭയങ്കര ഇഷ്ടല്ലേ? ആണോ? ഉം. ഓക്കെ, താങ്ക്സ് ആനന്ദ്. ആ, പിന്നെ ഞാനും കൂടെ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യട്ടെ. അവൾ എൻ്റെയും കൂടെ ഫ്രണ്ട് അല്ലേ? ഓക്കെ, നോക്കൂ പ്ലീസ്. ഇനി ഇവൻ ഗിഫ്റ്റ് കൊടുക്കാത്ത കുഴപ്പമേ ഉള്ളൂ. എന്തേ? പാറു, ഇത് നിനക്ക് ഇഷ്ടപ്പെടും. ആ, ഇതും കൂടി. ഉം. പേഴ്സ് എടുത്തില്ല. അതും കൂടെ ചേർത്ത്. ഇതെന്താ ഇവിടെ? വാ പറയാം. വീടിന്റെ താക്കോൽ ഇവിടെയാണോ മറന്നു വെച്ചിരിക്കുന്നത്? വാ. ഹാപ്പി ബർത്ത്ഡേ പാറു. താങ്ക് യു സാജൻ. താങ്ക് യു ആനന്ദ്. ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നീ ആരെ കുറിച്ചാ പറഞ്ഞേ? നിന്നെ കുറിച്ച് തന്നെ. ശരിക്കും? സത്യം. നിനക്കിപ്പോ എല്ലാവരും ഗിഫ്റ്റ് തന്നില്ലേ? നിനക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാ? സാജന്റെ. പാറു ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ വരാം. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? താങ്ക്സ്. എന്റെ ഗിഫ്റ്റ് ഇഷ്ടമായോ? താങ്ക് യു. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഗിഫ്റ്റ് സെലക്ട് ചെയ്തപ്പോഴേ എനിക്കറിയായിരുന്നു പാറുവിന് ഇഷ്ടമാവുന്നു. ഗിഫ്റ്റ് ഇഷ്ടമായിട്ടില്ല എന്ന് ഞാൻ എങ്ങനെയാ പറയാ? അളിയാ കൈവിട്ടു പോയാ? ഇല്ലടാ, എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അതല്ലടാ, പാറു കൈവിട്ടു പോയാന്ന്. അതിന് നീ വിഷമിക്കണ്ട, ഞാനില്ലേ എല്ലാം ശരിയാക്കി തരാം. പിന്നെ നിന്റെ പപ്പ വരുമ്പോഴേ ഞാൻ പറഞ്ഞ മൊബൈലിന്റെ കാര്യം അത് മറക്കണ്ട. യോ, പേടിച്ചുവല്ലോ. വിചാരിക്കുമ്പോ ടെൻഷൻ ആവുന്നു. അതിപ്പോ എന്നായാലും എല്ലാവരും അറിയണ്ടല്ലേ? ഇതിപ്പോ എവിടെ നിന്ന് വന്നു? ഓ, എന്നിട്ട് കുറച്ചും ചരിഞ്ഞ് എക്സ്ക്യൂസ് മീ, അറ്റൻഷൻ പ്ലീസ്. വാ. ഈ സന്തോഷ നിമിഷത്തിൽ ഞാനൊരു കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നേഹയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇനിയുള്ള എൻ്റെ ലൈഫ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നേഹയോടൊപ്പമാണ്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
അവൾ സാജന്റെ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞത് നീ വലിയ കാര്യമാക്കണ്ട. സത്യം പറഞ്ഞാല് അവക്ക് ആ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. നീ തന്നെയാണ് അവക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ അവള് വിളിച്ചു പറഞ്ഞതോ? എടാ, അത് അവള് കെട്ടാൻ പോകുന്ന ചെറുക്കനല്ലേ, അവന്റെ മുമ്പിൽ അങ്ങനെയല്ല പറയാൻ പറ്റൂ. നീ തന്നെയാ അത് ചോദിച്ചു വാങ്ങിച്ചത്. നീ അല്ലേ അവരുടെ മുമ്പിൽ ചോദിച്ചത് ആരുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്നൊക്കെ. കഷ്ടം. ആ പോട്ടെ. അങ്ങനെ ഒന്നും ആരുടെ കയ്യിൽ നിന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. പാറു എന്നോട് പറഞ്ഞത് നിന്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന്. സംശയമുണ്ടോ? നോക്ക്. സമാധാനായല്ലോ. ഇനി പാർട്ടിയിൽ ജോയിൻ ചെയ്. താങ്ക്സ് സാറാ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നീ എന്ത് വേണേ പറഞ്ഞോ. നിന്റെ മനസ്സിൽ ആഗ്രഹം എന്താണോ അത് നടക്കണമെന്നാ എന്റെ ആഗ്രഹം. ഒരു പാറുനെയും ഒരുത്തനും കൊണ്ടുപോകില്ല. നിന്നെ സങ്കടപ്പെടുത്തിട്ട് ഒന്നും നടക്കില്ല. നീ സമാധാനായിട്ടിരി, എല്ലാം ശരിയാവും. പാറു ആണ്. അതെ അത് ശരിയാ. ഡി സാറാ, നീ മെയിൽ അയച്ചോ? കർത്താവേ ഇല്ല. മറക്കരുത്. അല്ല, ഇന്ന് അയച്ചേക്കാം. നേഹരിക്ക് നിങ്ങൾ Okay, സംസാരിച്ചിരി, okay. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഹായ് സാറാ. ഓ പുറത്തിടുന്ന ചപ്പല് മാറ്റില് ചവിട്ടിയിരിക്കുന്ന നോക്കിയേ. എടീ നേഹേ, വൃത്തികെട്ട ആള്. നീ ഞങ്ങളെ റോയിച്ചനെ വല വീശി പിടിച്ചല്ലേ? ഇത്രയും ഗ്ലാമറുള്ള ഞങ്ങളെ റോയിച്ചനെ കിട്ടാൻ എന്ത് പണ്ടാരുവാടി നിനക്കുള്ളത്? ഒരു യോഗ്യതയില്ല. സാറ പറഞ്ഞിട്ടാ ഇന്നലെ ഞാൻ നിന്നെ വിഷം നിന്ന് കൊല്ലാത്തത്. റോയിച്ച ഞങ്ങളുടെയാ. പൈസ ഞങ്ങൾക്കൊരു വിഷയമല്ല. എന്റെ സുഹൃത്ത് ബയോട്ടി എനിക്ക് കുറച്ച് വിഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കാര്യം പറഞ്ഞു, അത് കിട്ടിയ നിന്റെ കാര്യം പോക്കാടി. നിന്നെ ഞാൻ കൊല്ലൂടി. ഇത് സത്യം സത്യം സത്യം. ടോണി, എടാ ടോണി. അയ്യോ റോയിച്ച, റോയിച്ചൻ എന്താ നീ പറഞ്ഞേ? അവനെ ഉറക്കിപ്പിച്ചില്ല റോയിച്ച. ഓ, ആ നേഹ എപ്പോ വന്നു? ഞാൻ ചായ എടുക്കാം. വേണ്ട ടോണി മോനെ, എനിക്കൊന്നും വേണ്ട. അത് പറയരുത്, ജ്യൂസ് എങ്കിലും കുടിക്കണം. അയ്യോ വേണ്ട ടോണി പ്ലീസ്, എനിക്കൊന്നും അയ്യോ വേണ്ട. അത് പറയരുത്, ജ്യൂസ് കുടിക്കണം. അയ്യോ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ ടോണി പ്ലീസ്. അയ്യോ അരുത് ടോണി പ്ലീസ്, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ പ്ലീസ്. അങ്ങനെ പറയില്ല നേഹ, എന്തെങ്കിലും കുടിച്ചിട്ട് പോയാ മതി. താനല്ലേ നേരത്തെ പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു? അതെ, പക്ഷെ എനിക്കിപ്പോ ദാഹമില്ല, പ്ലീസ്. ഇരിക്കും നേഹ, എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം പ്ലീസ്. അതവരുടെ മര്യാദ അല്ലേ, താനിരിക്കും. ഇല്ല ഞാൻ കുടിക്കില്ല, എനിക്ക് ജീവിക്കണം. നീ എന്തീ പറയുന്നേ? നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റാതിരിക്കാനാ പറയുന്നത്. പ്ലീസ് എനിക്കൊന്നും വേണ്ട പ്ലീസ്. നിനക്ക് ബയോട്ടിയുടെ മെസ്സേജ്. അത് ഞാൻ വായിച്ചിട്ടല്ലേ കിച്ചണിലേക്ക് പോയത്. നേഹ ജ്യൂസ് ഇത് കുടിക്കും, എല്ലാം ശരിയായി. ഞാൻ കുടിക്കില്ല, എനിക്ക് വേണ്ട. ആ അത്രയ്ക്ക് അഹങ്കാരം. പിടിക്കണോ? ഏയ്, ഏയ്, വിട്, please. പിടിച്ചോ പിടിച്ചോ. കുടി. ആ, കുടി. കുടി. ഇപ്പൊ നേരെ പ്രശ്നം തരുന്നല്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. വിട്. പിള്ളേര് തെമ്മാടിത്തരത്തിനൊക്കെ റോയ്ച്ചൻ കൂട്ടു നിന്നോ? അതിനിപ്പോ ഇവിടെ എന്തുണ്ടായിന്ന? റോയ്ച്ചന് ഇതൊക്കെ തമാശയായിരിക്കും. ഇതുങ്ങളൊന്നും ശരിയല്ല. കണ്ടില്ലേ ഓരോന്ന് കാണിക്കുന്നേ? ആരുടെ ബയോട്ടി? ബയോട്ടിയോ? ആ ബയോട്ടി. അതെന്തീ ബയോട്ടി? അതൊക്കെ പോട്ടെ, ഒരു ഏഴത്തെ മേ കയറി വന്ന എന്നോടാണോ നിങ്ങളുടെ ഈ തമാശ? ഞങ്ങളിവിടെ ഇങ്ങനെയൊക്കെ നേഹ. എങ്ങനെയൊക്കെ? ഇതൊന്നും ശരിയാവില്ല. റോയ്ച്ചൻ നാണോല്ലേ ഇവരെ കൂടെ കുട്ടികൾക്ക് കൂടെ നിൽക്കാൻ? സോറി നേഹ. റോയിച്ച വളഞ്ഞോ, പക്ഷെ ഓടിയരുത്. റോയിച്ചൻ ഇവളുടെ മുമ്പേ താഴേണ്ട ഒരു കാര്യമില്ല. ടോണി പോട്ടെ നേഹ, ഇത് തമാശയല്ലേ? നീ മിണ്ടണ്ട. റോയ്ച്ച ഇതൊന്നും ശരിയാവണം, ഞാൻ ഇങ്ങോട്ട് വരില്ല. നേഹ പ്ലീസ്. അങ്ങ് പോട്ടെ റോയിച്ച. എന്നെ വിളിച്ചാ മതി റോയ്ച്ചൻ, നമുക്ക് പുറത്ത് വെച്ച് കാണാം. നേഹ 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 പോവല്ലേ? അഹങ്കാരി പെണ്ണ്. ഇങ്ങനെയുണ്ടോ പെണ്ണ്? ഒരു പെണ്ണാണെന്നത് ഉറപ്പ്. അതെ, ആരാ ഈ ബയോട്ടി? ആരാ ബയോട്ടി? എന്തായാലും ഇന്ന് പറയണം, വെച്ച് താമസിപ്പിക്കണം. ഓക്കേ? ബെസ്റ്റ് ഓഫ് ലക്ക്. ലൈഫിലൊരു പുതിയ അർത്ഥം ഉണ്ടായ ഒരു ഫീലാണ് എനിക്ക്. അതിന് നീ വല്ല LIC പോളിസി എടുത്തോ? സാജൻ, അവൻ എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ. അതാ ഞാനും ആലോചിക്കുന്നത്.
അല്ല, സാജൻ നിന്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇത്ര മാറില്ലായിരുന്നല്ലോ. അല്ല, നമ്മളുടെ ഗ്യാങ്ങിൽ ഇപ്പൊ എല്ലാവരും സെറ്റിൽ ആയില്ലേ? ടോണി പിന്നെ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. നിനക്കും സെറ്റിൽ ആവണ്ടേ? റോയ്ച്ചനും ടോണിക്ക് ഒരുപാട് കാശുണ്ട്, കോഫി ഷോപ്പ് ഉണ്ട്, സമ്പാദിക്കുന്ന അച്ഛനും അമ്മയുണ്ട്. സാറയുടെ സ്വന്തം പോലെയാ കോഫി ഷോപ്പ്. നിനക്കാണെങ്കിൽ റിച്ചായ മമ്മിയും ജിമ്മിലെ ജോലിയുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാതെ ചെറിയ ചെറിയ മോഹങ്ങളൊക്കെ നടക്കുന്ന ഒരു പലചരക്ക് കടക്കാരന്റെ മോന് ഇതൊക്കെ ഒരുപാട് ദൂരെയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ? അതൊന്നും സാരില്ല. നിനക്ക് കഴിവുണ്ട്. ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും, എനിക്ക് ഉറപ്പാ. പിന്നെ ഞങ്ങളെല്ലാം നിന്റെ മുമ്പിൽ ആരും ഇല്ലാതായി പോവില്ലേ? നല്ല സ്വപ്നം. നടക്കാം, നടക്കാതിരിക്കാം. നടക്കും. ഞങ്ങളല്ലേ, ഞാനും സാജനില്ലേ. സാജന് നിന്നെ എന്ത് ഇഷ്ടാന്ന് നിനക്കറിയോ? അവൻ ഇനി മതിയായിട്ടില്ലേ? അല്ല, കല്യാണം കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ അടുത്ത് നിന്ന് മാറുമോ? അത് പിന്നെ അങ്ങനെ ആണല്ലോടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പോകുന്നതിന് മുന്നേ നീ എനിക്ക് കുറച്ച് എക്സസൈസ് പറഞ്ഞുതരൂ? വലിയ നടനൊക്കെ ആവണ്ടല്ലേ? സാജൻ, ഹലോ. ഇല്ല, ഞാൻ പുറത്താണ്. സാറാ, അതെനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോറി. ആ സാജൻ, അവൻ സീൻ അടിച്ച് കലക്കുക. കൊറേ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ആ കാശ് ഉണ്ടായതിൽ എന്താ? ആ കാശ് മുഴുവൻ കുറെ റീചാർജും ചെയ്യും, കുറെ ഗേൾസ് വരെ ചുറ്റിക്കറങ്ങുമായിരുന്നു. അത്രയല്ലേ ഉള്ളൂ. ഡെയിലി ഒരു കെട്ടുമായിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എങ്ങനെയായിരിക്കില്ലേ ജീവിക്കുന്നുണ്ടാവാ? 50 രൂപയുടെ മീൽസ് 5000 രൂപയ്ക്ക് കഴിച്ചിട്ട് 500 രൂപ ടിപ്സും കൊടുക്കും. പിന്നെ ഓരോ ദിവസം ഓരോ രാജ്യത്തായിരിക്കും. ആരെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ? അയാളുടെ മോളായി ജനിച്ചാ മതിയായിരുന്നു. ബിൽഗേറ്റ്സ് അല്ലേ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ? പത്രം വായിച്ചിട്ട് കുറച്ചായി തോന്നുന്നു. ഏകദേശം ഒരു 10 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ട് ഈ കാലഘട്ടത്തിലെ കാര്യങ്ങളൊന്നുമല്ലോ പറയുന്നത്. എന്നാ നീ പറയടാ. എന്നാ കേട്ടോ, വാരൻ ബുഫറ്റ്. അയ്യേ, തെറ്റി. അപ്പൊ നീ പറയടാ, തെറ്റിയോ കൊല്ലിഞ്ഞ്. കാർലോസ് സ്ലിം ഹേലു. അങ്ങനെ ഒരാളുടെ പേര് കേട്ടിട്ടുകൂടിയില്ല. നീ കേൾക്കാത്തതിന് ഞാനെന്താക്കാനാ? ഇവനേതോ കുണ്ടാത്തവന്റെ പേരാ പറയുന്നത്. ഞാൻ പറഞ്ഞു തന്നെ ശരി, വാരൻ ബുഫറ്റ് തന്നെയാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. അതെ, എനിക്ക് ആകെ അറിയാവുന്നൊരു ജനറൽ നോളജാ. കാർലോസ് സ്ലിം ഹേലു തന്നെയാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. ഡോണ്ട് ലൈക്ക്. എന്നാ വെക്കട പറ്റ്. ആനന്ദേ, വേണ്ടടാ. വെക്കട പറ്റ്. എടാ ആനന്ദേ, വേണ്ട കേട്ടോ, പറയുന്ന വെക്ക്. ഈ പേടിയാണല്ലേ. വെക്കട പറ്റ്. എന്നാ ശരി, എന്താ പറ്റ്? ജയിക്കുന്നവൻ തോക്കുന്നവന്റെ കർണക്കുറ്റി നോക്കി 10 അടി അടിക്കണം. എന്താ, ധൈര്യമുണ്ടോ? ഉണ്ട്. 10 എണ്ണം വേണ്ട, ഒരെണ്ണം മതി. അതിന് 10 എണ്ണം ഒരുമിച്ച് അടിച്ചു തീർക്കൊന്നും വേണ്ട. പതിയെ പതിയെ സൗകര്യം പോലെ കൊടുത്തു തീർത്താ മതി. ആനന്ദേ, വേണ്ട മോനെ, ടോണിയോട് വേണ്ട നിന്റെ കളി. വിട്ടേക്ക്. ഞാനൊരാണാ, ഇങ്ങനെ പേടിച്ചാ പറ്റുമോ? ശരി, ബെറ്റ് ബെറ്റ്. റോയ്ച്ച, എന്താ? കറന്റ്ലി വേൾഡ് റിച്ചസ്റ്റ് പേഴ്സൺ ആരാ? ഒരു മിനിറ്റ്. ദൈവമേ, കാർലോസ് ആവണേ എന്റെ മുത്തപ്പ. വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സൺ കാർലോസ് സ്ലിം ഹെലു. ഇനി 9 എണ്ണം പുറകെ വരുന്നുണ്ട്. പ്ലീസ് വെയിറ്റ്. എന്താ?